അതെ. ഇനി വേറൊരു കാര്യം കാണിക്കാനുള്ളത് എന്താ വെച്ചാൽ വേറൊരു കാര്യം ഇതിലൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇതിലെന്താ വെച്ചാൽ ഓഡിയൻസ് കുറേ ഡിസപ്പോയിൻറ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഹെയ്റ്റ് വരുന്നതുകൊണ്ട് എനിക്കും മാക്കിന് നല്ല രീതിക്ക് ഇത് ഹെയ്റ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു കാര്യം പറയണം കരുതി. ഈ വീഡിയോക്ക് എനിക്കൊന്ന് ജസ്റ്റ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ടി വിയിലുള്ള ആൾക്കാർ ഞാൻ ഇങ്ങനെ നമ്മൾ ഇതുവരെ ലൈവിലിട്ടാണ്ട് ടി വിനെ ഒന്നും പറയുക ഒന്നും ചെയ്തിട്ടില്ല. ടി വിയിലുള്ള മെമ്പേഴ്സ് ഓരോ ലൈവ് ത്രൂ എം ആർ സിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് നമ്മൾ ലൈവ് ത്രൂ ടി വിയേക്കും കൂടി ഒരു ജസ്റ്റ് പറയാന്നുള്ളൂ. ഒ സി ആയതുകൊണ്ട് ഇവർ ഒ സിയിൽ സംസാരിച്ച ഇവിടെ വാസണ്ണൻ്റെ ഒരു ഒ സി എടുത്തുകൊണ്ട് സംസാരിച്ചതുകൊണ്ട് നമ്മളും ഒരു ഒ സി പോലെ പറയാമെന്ന് കരുതിയിട്ടാണ്. ഹെയ്റ്റോ പറയുമെന്നല്ല, അങ്ങനെ ചിന്തിക്കണ്ട. ഇതിൽ മെയിനായിട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എം ആർ സി സസ്പെൻഷൻ ആയ സമയത്ത് ഇതിൽ ഒരു മെമ്പർ പോലും നമ്മളെ ഗ്യാങ്ങിലെ ഒറ്റ മെമ്പർ പോലും എം ആർ സി എന്നുള്ള പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. മനസ്സിലായോ? അപ്പം ഇവർക്ക് ഓരോ മെമ്പേഴ്സും എം ആർ സി ഉള്ളതാണെന്ന് അറിയാം. അപ്പം എം ആർ സിനെ മെൻഷൻ ചെയ്തത് ഒന്ന്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈകൾ ഇതിൽ പറയുന്നുണ്ട് ഞാൻ എന്താ വാസണ്ണ എന്ന് വിളിക്കാത്തതെന്ന് കരുതണ്ട. വാസണ്ണ എന്നുള്ളത് നമ്മൾ സിറ്റിക്ക് അകത്ത് വിളിക്കുന്ന ഒരു പേരാണ്. അത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ വാസണ്ണ തന്നെയാണ്. അത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഇങ്ങനത്തെ പ്രയോഗങ്ങളോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു എന്തെങ്കിലും മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് വന്നാണ്ട് ഒരു 10 വാറ അടിക്കേണ്ടി വന്നാലും തോറ്റാലും ആര് തോറ്റാലും ഇനി ഞങ്ങൾ തോറ്റാലും ഓല് തോറ്റാലും നമ്മൾ വാസണ്ണനെ തന്നെ വിളിക്കുള്ളൂ. അതിലൊന്നും നമ്മളെ നിലപാടിൽ നമുക്ക് മാറ്റല്ല. മനസ്സിലായില്ലേ? അല്ല നമ്മളത് നമുക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. ഇതിലൊരു കാര്യമുണ്ട് അഥവാ ഇതിലൊരു മെയിനായിട്ട് ഇതൊന്നും കേൾക്കാൻ പറഞ്ഞ ഇതിപ്പോ മറ്റേ കൊരങ്ങൻ ഫുണ്ടുകള് ഇപ്പൊ ഇവരോട് കൂടിയോ? SRRനെയാണ് കൊരങ്ങൻ ഫുണ്ടുകൾ എന്ന് പറഞ്ഞത്. അതില് SRRന്റെ ഒരു സിറ്റുവേഷൻ കണ്ടവർക്ക്, ഇന്നലത്തെ സിറ്റുവേഷൻ കണ്ടവർക്ക് അറിയാം. അഥവാ ആ റേഡിയോയിൽ 2 SRR 2 MRG അതൊരു RP ചെയ്യായിരുന്നു. അത് മാക്ക് പറഞ്ഞു വിട്ടതാണ്. പവർ റേഞ്ചേഴ്സ് പോലത്തെ ഒരു RP ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് മാക്ക് പറഞ്ഞു വിട്ടത് അവന്മാരെ. അതിൽ SRR എടുക്കുന്ന സിറ്റുവേഷനിൽ സെന്നക്സ് പെട്ടെന്ന് ഡൗൺ ആയതിനു ശേഷം സെന്നക്സിൻ്റെ POV ഒക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മനസ്സിലാവും. അതിൽ SRR പിടിച്ച വള്ളിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊപ്പം RP ചെയ്തതിൻ്റെ പേരിൽ ഈ ടി വിയിലുള്ള മെമ്പേഴ്സിൻ്റെ കൂടെ തന്നെ MRG ഉള്ള മെമ്പേഴ്സ് RP ചെയ്യുന്നുണ്ട്. ഈ പറയണ എന്താടാ ഷിബു ചെയ്യുന്നുണ്ട്, ചാപ്സ് ചെയ്യുന്നുണ്ട്, കുറേ പേര് ചെയ്യുന്നുണ്ട്, ഉസ്മാൻ ചെയ്യാറുണ്ട്, ഇസ്മായിൽ ചെയ്യാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇതേപോലെ ഒരു ഫ്രണ്ട്ലി ആയാണ്ട് SRR ഉള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ അതിൽ നോ റോങ് ഇൻറ്റൻഷൻസ്. പക്ഷേ ഇത് SRRയും MRGയും ടി വിനെ തല്ലി എന്നുള്ള സിറ്റുവേഷൻ ആയി. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. അങ്ങോട്ട് നോക്കി. ഇനി ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. KVയും TVൻ്റെയും ഒരുമിച്ച് തല്ല് കിട്ടിയതിൻ്റെ പേരിലാണ് SRRനെ കൂട്ടുപിടിച്ചതെന്നാണ് ഇതിൽ ഏകൾ പറയണത്. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ KVനെയും TVനെയും ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോകണമെന്ന് കരുതിയിട്ട് നമ്മളെ സൈഡിൽ നിന്ന് വെറുതെ ആവശ്യമില്ലാതെ ഒന്നിനും പോകണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ മോട്ടീവ് ചെയ്ത് കണ്ട് കൊണ്ടുപോകുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ ഇത് തല്ലു വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് നമ്മളെ തലയിൽ തന്നെ വരും. മനസ്സിലായോ? ഇത് എങ്ങനെയൊക്കെയോ. പക്ഷേ ഞാൻ പറയാം, ഈ SRRൻ്റെ സിറ്റുവേഷൻ പോലും നമ്മളെ തലയിൽ വന്ന് വീഴുകയാണ്. അപ്പം അതിന് ഇതേമാതിരി ലൈവിൽ ഇരുന്ന് കണ്ട് ഇപ്പം ഈകള് മെയിനായിട്ട് ഈകളുടെ ലൈവിൽ പറഞ്ഞ ഒരു സംഭവമുണ്ട്. പാസ്റ്റ് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്, കോലീഡേഴ്സ് ആയിട്ടുള്ള മാക്കിനെയും ഷെയ്ക്കിനൊക്കെ അറിയാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാണ്ടൊരു സംഭവം പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു മെമ്പേഴ്സിനോട് ഹെയ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെമ്പേഴ്സിനെ മെൻഷൻ ചെയ്താണ്ട് അവരോട് ഹെയ്റ്റ് വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ MRGനെ എടുത്ത് പറയുന്ന 2-3 സിറ്റുവേഷൻസ് കാണുമ്പം ഓപ്പണായിട്ട് പറയാലോ, ചാറ്റ് ഓപ്പണായിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയാണ്. കറൻ്റ്ലി MRG ഇപ്പം നിയാദ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടും ഓൻ്റേതായ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും പിന്നെ എല്ലാം കൊണ്ട് ഇപ്പം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊന്നും വരാത്തതുകൊണ്ട് ഇതിൽ ഒന്നിനും നിയാദിനൊക്കെ ഇടയ്ക്ക് വിളിച്ചാൽ പോലും കിട്ടില്ല. ഓൻ്റെ കുറച്ച് അത് വേറെ എക്സ്പ്ലനേഷൻ തരും. പക്ഷേ ഇപ്പം കറൻ്റ്ലി ഗ്യാങ് ഞാനും മാക്കും നല്ല രീതിക്ക് കഷ്ടപ്പെട്ടാണ് കൊണ്ടുപോകണത്. മനസ്സിലായോ? അപ്പം MRGനെ പറയുമ്പം ഒബ്വിയസ്ലി എനിക്കും മാക്കിനും നല്ലോണം കൊള്ളും. കാരണം ഞങ്ങളെ 100% ഇട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ MRG ഗ്യാങ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുപോകുന്നത് മുന്നോട്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ നമ്മളൊരാൾ ലൈവ് ത്രൂ ഇരുന്നിട്ട് TVനെ ഇതേപോലെ ഇരുന്ന് കണ്ട് ഒരു കളിയാക്കൽ പോലും കളിയാക്കിയിട്ടില്ല. അങ്ങനെ കളിയാക്കുമ്പം ഒബ്വിയസ്ലി
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ടി വിക്ക് ഹെയ്റ്റ് കൊടുക്കാനോ ടി വിനോട് ദേഷ്യം വെക്കാനോ ഒന്നും വേണ്ടി പറയണല്ല. എനിക്കറിയാം ഇതിൽ ഇത്ര ഓഡിയൻസ് ഒന്നും എന്തായാലും നമ്മൾ ലൈവ് കാണാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ല. ടി വി ഓഡിയൻസ് ഇതിലുണ്ടാവും. എനിക്കറിയാം. ഞാനത് ഈഗിളിന് ഹെയ്റ്റ് കൊടുക്കാനോ SRR ആണ് പറയുന്നത് ബ്രോന്നോ? അല്ല, SRR അല്ല, KVA TV. ഞാൻ കാണിച്ചരാ അത് പറയുന്നത് കേട്ടോ. ഇതിപ്പോ മറ്റേ കൊരങ്ങൻ ഫുണ്ടുകള് ഇപ്പൊ ഇവരുടെ കൂടിയോ? അഥവാ SRR ഇവരെ കൂടെ കൂടിയോ? തോന്നുന്നു. അത് KVN TVയുടെ ഒരുമിച്ച് തല്ല് കിട്ടിയ തന്നെ ആയിരിക്കും ചിലപ്പോ ഇനി ആരെങ്കിലും ഒരാളെ പിടിക്കാൻ. പക്ഷെ ഈ തല്ല് KVN TVന്റെയും കൂടെ ഒരുമിച്ച് തല്ല് കൊണ്ടതുകൊണ്ടായിരിക്കും മിക്കവാറും ഏതെങ്കിലും ഒരു ടീമിനെ പിടിക്കാനെന്ന് പറഞ്ഞത്. കണ്ട, ഈ തല്ലുകൊള്ളിയാളെ ഇവന്മാർ പോയി പിടിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ തല്ലുകൊള്ളി നമ്മള്, അല്ലാന്നുണ്ടെങ്കിൽ KVന്റെന്നും TVന്റെന്നും അടി കൊണ്ടത് നമ്മള്. മനസ്സിലായോ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വിചാരിക്കുന്നത് തല്ലുകൊള്ളികളെ പോയി പിടിച്ച നമ്മൾ എന്തിന് തല്ലുകൊള്ളി, അതായത് MRG എന്തിന് SRRനെ പോയി കൂട്ടുപിടിച്ചു എന്നായിരിക്കണം ഉദ്ദേശിച്ചത്. മോസ്റ്റ്ലി ഞാൻ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സീരിയസ്ലി അതേപോലെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഒരു മിനിറ്റ്. ഈ ZenX എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഓന്റെ കാര്യം മാത്രം നോക്കി ആർപിയും കളിച്ച് ഒരു ഏറ്റവും ഇല്ലാത്ത പ്യുവർലി ഒരു TV ഫാൻ ബോയ് കൂടി ആയിട്ടുള്ള ഒരാളാണ്. എല്ലാരും ഒന്ന് മാറ്റി. അതെ, അവനൊന്നും TVയോട് ഒരു ഹേറ്റും ഇല്ലാത്ത കണ്ടോ തല്ല്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? നമ്മളൊരിക്കലും ഈ പറയുന്ന പോലെ TVയിലെ ഒറ്റ മെമ്പേഴ്സിനെ പോലും ഇങ്ങനെ നമ്മൾ പറയുന്നില്ല. മനസ്സിലായോ? നമ്മൾ ഒരാളെ പോലും ഇങ്ങനെ പറയുന്നില്ല. അപ്പം ഈഗിളാണെന്നുണ്ടെങ്കിലും MRGനെ ഇങ്ങനെ മെൻഷൻ ചെയ്യുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല സങ്കടമുണ്ട്. ഇതിന്റെ മെയിൻ തിങ് ഇത് ലൈവിൽ നമ്മൾ പറയാനുള്ള റീസൺ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈഗിളിനെ വിളിച്ചുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കും. എന്തായാലും സംസാരിക്കേണ്ട കേസാണ്. കാരണം ഒരിക്കലും ഈഗിൾ ഇന്റൻഷനലി അങ്ങനെ ഇതാക്കുന്നവല്ല. പക്ഷെ നമുക്കിത് ലൈവിൽ വന്ന് പറയാനുള്ള റീസൺ എന്തുകൊണ്ടറിയോ? കാരണം നമ്മൾ ഓഡിയൻസ് തന്നെ നമ്മളെ ഹേറ്റേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്രൂപ്പ് ത്രൂ ഒക്കെ TVന്റെ മൂഡ് താങ്ങി പോവാണ്, KVന്റെ മൂഡ് താങ്ങി പോവാണ്. ഞങ്ങൾ രണ്ടാളൊരു കുണ്ണാളാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയണത്. നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്. കാരണം ഇങ്ങനത്തെ വീഡിയോസ് ഗ്രൂപ്പിൽ വരുമ്പം ഒബ്വിയസ്ലി ഇവന്മാർ ട്രിഗേർഡ് ആവും, MRG ഫാൻസ് ട്രിഗേർഡ് ആവും, MRG ഓഡിയൻസും ട്രിഗേർഡ് ആവും. നമ്മൾ ഗ്രൂപ്പിൽ തന്നെ ഓരോന്ന് ഈഗിളിനെ പറ്റി പറയുമ്പം നമ്മൾ അതിന് ആക്ഷൻസ് എടുക്കും. വെറുതെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ ആക്ഷൻസ് എടുക്കും. വീഡിയോ ഇട്ടവന്മാരും കിട്ടും, അതിനെപ്പറ്റി സംസാരിച്ചവന്മാരും കിട്ടും. നമ്മളിതൊരു ഹെയ്റ്റും കോൺട്രവേഴ്സി ഇല്ലാതെ നല്ല രീതിക്ക് പോവാ എന്ന് കരുതിങ്ങാണ്ട് നമ്മളെ സൈഡ് മാക്സിമം നിൽക്കുമ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓഡിയൻസ് കേൾക്കാൻ വേണ്ടിയില്ല. നമുക്ക് ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾക്കും തെറ്റായി തോന്നി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ്ട് മാത്രം. അല്ലാതെ ഈഗിളിനോട് ഒരു ദേഷ്യമല്ല, ഈ പറയുന്ന TVനോട് ഒരു ദേഷ്യമല്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മെമ്പേഴ്സിനെ ഇതേമാതിരി ഗ്രഡ്ജ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം കറൻ്റ്ലി ഞാൻ പറയട്ടെ, നമ്മളെ പ്ലേയേഴ്സിൽ പഴയ പാസ്റ്റ് വെച്ചുകൊണ്ട് ഒരു സംഭവം ഇപ്പം നമ്മളെ മെമ്പേഴ്സ് നിലവിൽ ചെയ്യുന്നില്ല. അത് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വാണിങ്ങും കൊടുത്തതാണ്, ഇനി അങ്ങനെ ഉണ്ടാവരുതെന്നും പറഞ്ഞതാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ മെമ്പേഴ്സിനെ ശരിക്കും നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് അതിനെതിരെ ഞങ്ങൾ ആക്ഷൻസ് എടുക്കും. മനസ്സിലായോ? അത് ആ മെമ്പേഴ്സിനെ പറയാന്നല്ലാതെ ഒരു ഹോൾ ഗ്യാങ്ങിനെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായി. ഈ ഒരു വീഡിയോയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും മാക്കിനൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നലെ ഭയങ്കര സങ്കടം വന്നു. കാരണം ഞങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നടന്നിട്ട് പോലും ഞങ്ങൾ TVA ഗ്യാങ് ഹൗസിൽ ചെന്നുകൊണ്ട് മാക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് അവിടുന്ന് സംസാരിച്ചപ്പോൾ പോലും അവർ ഭയങ്കര ഒരു എത്രയൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാൻ പറയാലോ ഈഗിള്, ഡ്രീമർ, ചന്ദ്രൻ, പിന്നെ അതേപോലെ പിന്നെ കണ്ണാപ്പി, ബാലൻ, കോച്ച്, ഡെസ്ട്രോ, അങ്ങനെ കുറച്ച് എനിക്ക് പേര് അറിയാവുന്ന തന്നെ വളരെ കുറച്ച് ആൾക്കാരെ അതിലുള്ളൂ. പക്ഷേ സ്റ്റിൽ ഞാൻ ആ TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 ബ്രാൻഡിനെ ആ 3 അക്ഷരമുള്ള ആ ബ്രാൻഡിനെ വാല്യൂ കൊടുത്ത് അതിനെ റെസ്പെക്ട് ചെയ്ത്. കാരണം ഞാനൊരു TV ഫാൻ ബോയ് ആയിരുന്നു. സീരിയസ്ലി സ്റ്റിൽ ഞാൻ TV സ്റ്റിൽ ഫാൻ ബോയ് ആണ്. പക്ഷേ എനിക്ക് MRG ആണ് പ്രയോറിറ്റി. കാരണം എനിക്ക് എൻ്റെ ഗ്യാങ്ങാണ് പ്രയോറിറ്റി. അങ്ങനെ പോയി എന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ അന്ന് അവിടെ ചെന്നപ്പം ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്നവരെ നമ്മൾ ഉണ്ടാക്കും, പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആവലട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നല്ല രീതിക്ക് ചെന്ന് സംസാരിക്കുമ്പോഴും നമുക്ക് ഒരു ബാഡ് റെസ്പോൺസാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ അത് ഈഗിള്
ഇതാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയല്ലേ എന്നുള്ളത് പറഞ്ഞാണ്ട് വാസണ്ണ അങ്ങനെ കറക്റ്റ് പറയുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മളൊക്കെ അത്രയും പ്യുവർലി നല്ല രീതിക്ക് നിൽക്കുമ്പോഴും നമുക്ക് അത് ഭയങ്കര ഷോക്കായി ഫീൽ ചെയ്യുക. എനിവേ ഇത് കഴിഞ്ഞു, ഇത് മതി നമുക്ക്. ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. മെയിനായിട്ട് ഇതന്നെ കാര്യം പറയാനുള്ളൂ. അപ്പം ടി വിയിലുള്ള MRC ഉള്ള ഓഡിയൻസ് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ടി വിയും കെ വിയും മൂട് താങ്ങി പോകണതോ അല്ലെങ്കിൽ ഇതാക്കണോ എന്നല്ല. നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ, സിറ്റിയിൽ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളും തമ്മിലുള്ള OC ഡ്രാഗ് ചെയ്ത് കണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും, ഇതെന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്റ്റ് ഇട്ട് കണ്ട് കുത്തിപ്പൊന്തിക്കലും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് മാക്സിമം നമ്മൾ ഈ പിന്നെ അതേപോലെ ഈഗിളിന് തൊപ്പിക്കൊക്കെ നിങ്ങൾ കുറേ ആൾക്കാർ ഇവിടെ വന്നാണ്ട് ഇപ്പോൾ തന്നെ കണ്ടില്ല കുറേ എണ്ണം അമ്പിവാസു കൊട്ടവാസു ഇതേമാതിരി തൊപ്പിക്ക് ഇതേമാതിരി കുപ്പി എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം കുറേ കുണ്ണാൾ വരും, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു മോർ വൾഗാരിറ്റിക്ക് പോകണ്ടെന്ന് കരുതിയാണ്ടാണ് മാക്സിമം നമ്മളിത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്ട് സിറ്റുവേഷനേ വേണ്ടെന്ന് പറയണത്. അല്ലാതെ ഒരു RP സെൻസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോയി ഒരു വാറടിച്ച് പ്രീ വാറടിച്ച് തോറ്റു വന്നാലും ജയിച്ചു വന്നാലും അത് ആ ഗെയിം സെൻസാണ്. പക്ഷെ അത് ഗെയിം ആയാണ്ട് ഒതുങ്ങൂല മക്കളെ. അതുകൊണ്ടാണ് നമ്മളത് വേണ്ടാന്ന് കരുതുന്നത്, മനസ്സിലായില്ലേ? അപ്പം ഞാനൊരു കാര്യം, ഞാനും മേക്കുന്നല്ല ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എന്തായാലും കറൻ്റ്ലി TVക്ക് ഇങ്ങോട്ട് ഫ്രണ്ട്ലി ഇല്ല എന്ന് TV ഓപ്പണായിട്ട് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നമ്മളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി സിറ്റുവേഷൻസ് എടുക്കൂല. ഇങ്ങോട്ടും സിറ്റുവേഷൻസ് ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി സിറ്റുവേഷൻസ് എടുക്കുക ഇങ്ങോട്ട് വന്ന സിറ്റുവേഷൻസ് ആയാലും മാക്സിമം നമ്മൾ സംസാരിച്ച് സോൾവ് ചെയ്യും. ഇങ്ങോട്ടൊരു സിറ്റുവേഷൻ വന്നാലും നമുക്കത് വാർക്കും പ്രീ വാർക്കും സീരിയസ്ലി കൊണ്ടുപോകാൻ താല്പര്യമില്ല. സംസാരിച്ച് സോൾവ് ചെയ്യും. സോൾവ് ചെയ്തിട്ടും നിൽക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു പ്രീ വാറോ വാർക്കോ ക്യാരി ചെയ്ത് പോവാം. കാരണം ഇങ്ങോട്ട് ഭയങ്കര ഒരു ഇതുണ്ടാവുമ്പം നമ്മൾ മാത്രം ആ ഒരു രീതിയിൽ നിൽക്കുന്നത് ഭയങ്കര ഷോക്കാണ്. അത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലായി വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഇതിൽ പോവാം. അത് കരുതിയിട്ട് നമ്മൾ നാളെ മുതൽ പോയാണ്ട് അവിടെ സിറ്റുവേഷൻസ് എടുക്കുന്നല്ല. ഞാൻ ഓപ്പണായിട്ട് ഇപ്പോഴേ ഒരു കാര്യം പറയുകയാണ്. ഇതിൻ്റെ പേരിൽ നമ്മളെ ഗ്യാങ്ങിൽ നിന്ന് ആരെങ്കിലും മിസ്റ്റേക്ക്, നമ്മളെ ഗ്യാങ്ങിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് TVനെ അങ്ങോട്ട് പോയി ചൊറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ആക്ഷൻസ് ഉണ്ടാവും, കൺഫേമാണ്. കാരണം ഇത്രയും ഇവിടെ ഇരുന്നാണ്ട് നമ്മളിത് സംസാരിച്ചിട്ട് അതിന് പുല്ല് വില തരുന്ന ഗ്യാങ് മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ എന്തായാലും ആക്ഷൻസ് ഉണ്ടാവും, മനസ്സിലായോ? അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് വേണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. വൈ സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രവേഴ്സി കുറേ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകണ്ടെന്ന് കരുതിയിട്ട് തന്നെയാണ് സോൾവ്. പിന്നെ ഒരു വട്ടം പറഞ്ഞില്ലേ അതന്നെ, അത് സംസാരിച്ച് ഒഴിവാക്കി വിടാൻ കഴിയുന്നതൊക്കെ ഒഴിവാക്കി പോട്ടെ. അത് നമ്മളെ കുണ്ടത്തരം കൊണ്ട് ഓൾക്ക് സിറ്റുവേഷൻസ് ഓൾക്ക് സോൾവ് ആക്കാം. ഇനിയിപ്പോൾ ഓല എന്തെങ്കിലും മിസ്റ്റേക്കാണ്, ഒരു എക്സാമ്പിൾ പറയണം, ഓലൊരു മിസ്റ്റേക്ക് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഓൽക്കത് സോൾവ് ആക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്കത് സോൾവ് ആക്കിങ്ങാണ്ട് കൊണ്ടുപോകാനൊക്കെ നമുക്കും താല്പര്യം. നമുക്ക് വെറുതെ അക്രമം വന്നാലും അക്രമം വന്നില്ലെങ്കിലും നമുക്ക് മാക്സിമം സമാധാനത്തിൽ പോകാനാണ് നമുക്ക് താല്പര്യം. അതാണ് MRC നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അതാണ്. അത് ഗോളും മുട്ടൊന്നുമില്ല, ഗോളിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ വാട്ടവർ അതത്രേ ഉള്ളൂ. കൊച്ചാപ്പിൻ്റെ കേസും ഈ TVൻ്റെ കേസും അറിഞ്ഞല്ലോ, അത് അത്ര തന്നെ വരുന്നുള്ളൂ. കാരണം മെയിൻലി ഈ ഒരു മെമ്പേഴ്സിനെതിരെ ആക്ഷൻസ് ഉണ്ടാവുമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ മെമ്പേഴ്സിന് ഇതൊന്നും എഫക്റ്റ് ചെയ്യണില്ല, മനസ്സിലായോ? ഈ മെമ്പേഴ്സിന് ഇതൊക്കെ ഒപ്പിച്ചിട്ട് ഇവർക്ക് പോയി കടന്നുറങ്ങുക, സുഖമായിട്ട് കടന്നുറങ്ങുക. ഇത് എഫക്റ്റ് ചെയ്യണത് ഹെയ്റ്റ് ഞങ്ങൾക്കാണ് കംപ്ലീറ്റ്ലി. എനിക്കും മാക്കിനും തൊപ്പിക്കും ഷമീറിനും ഒക്കെയാണ് ഇതിൻ്റെ ഹെയ്റ്റ് കംപ്ലീറ്റ്ലി വരുന്നത്. കുറച്ച് ഹെയ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് MRC പ്രയോറിറ്റി ആക്കിയിട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചാൽ പോലും നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ഹെയ്റ്റ് ഉണ്ടാക്കാൻ വന്ന ആൾക്കാരല്ല, നമ്മളെ മോട്ടീവ് അതല്ല. അതുകൊണ്ടാണ് നമ്മളത് വേണ്ട എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഇവിടെ എൻ്റെ ചാറ്റിലേക്ക് വന്ന് ലീഗൽ ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ആർക്കും ഒരു തരത്തിലുള്ള ഹേറ്റ് ഒരിക്കലും ഇപ്പം കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഈഗിൾ എന്ന് ഞാൻ എടുത്തു പറയും. ഇപ്പോഴും എൻ്റെ സ്റ്റേറ്റ്മെന്റിന് യാതൊരു വ്യത്യാസവും ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ലൈക്ക് നമുക്കാകെ ഒരു വിഷമം ഉണ്ടായി, മനസ്സിലായില്ലേ? ലൈക്ക് അത്രത്തോളം നമ്മൾ ലൈക്ക് അങ്ങനെ നമ്മൾ കാണുന്ന ഒരാൾ നമ്മളെപ്പറ്റി അങ്ങനെ ഒരു മോക്കിംഗ് സെൻസിൽ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവുന്ന ബേസിക് ഹ്യൂമൻ ഫീലിങ്സ് ആയിട്ടുള്ള വിഷമം ഉണ്ടായി. അത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഇവിടെ വേറെ ഒന്നും ആരെയും പറഞ്ഞിട്ടില്ല. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ, ഷെയ്ഖും അത് തന്നെ ഉദ്ദേശിച്ചെന്നാണ് എന്റെ വിശ്വാസം. അത്രേ ഉള്ളൂ, അല്ലാതെ വിഷമമാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ, മനസ്സിലായില്ല? അല്ലാതെ ഒരിക്കലും ഇവിടെ ആരും ഈഗിളെ ഞാൻ കൂടി ഇന്ന് എന്റെ ലൈവിൽ ഞാൻ റിയാക്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് മറ്റേ ആ ഫൈനാൻഷ്യൽ സാധനത്തിന്റെ ഒരു വൃത്തികെട്ട രീതിയിലേക്കുള്ള ഒരു സാധനം, മറ്റേ തൊപ്പീനെ ലാസ്റ്റ് വന്നിട്ട് വേസ്റ്റ് ഇടുന്ന കൊണ്ടുവന്നൊരു സാധനം ഇട്ട സാധനം, ഈവൻ അത് തൊപ്പിയെ പൊക്കി പറയുമ്പോൾ എന്തുകൊണ്ട് മാക്ക് എടുത്ത് പറഞ്ഞില്ലെന്നല്ല, തൊപ്പിക്കില്ലാത്തൊരു പ്രശ്നമാണത്, മനസ്സിലായില്ല? തൊപ്പിക്ക് ഈഗിളുമായിട്ടില്ലാത്ത പ്രശ്നം മാക്കിനും ഇല്ല, മാക്കിനും തൊപ്പിക്കും ഷെയ്ക്കിനും ഇല്ലാത്ത പ്രശ്നം ഈ MRCക്കും മെമ്പേഴ്സിനും വേണ്ട, മനസ്സിലായോ? ഓഡിയൻസിനും വേണ്ട. ഇത് നമ്മളൊരു RP കളിക്കണത്, അത് RP ആയാണ്ട് കാണുക, നിങ്ങൾ എൻജോയ് ചെയ്യുക, ചില്ലാവുക, പോവുക, അത്രേ ഇതിൻ്റെ ആവശ്യമുള്ളൂ.